സഹൃദയരെ, കഥാകൃത്തായും സംവിധായകനായും നായകനായും പ്രതിനായകനായും പോലീസ് ഓഫീസറായും പോക്കറ്റടിക്കാരനായും വേഷം പകർന്ന് പ്രായഭേദമന്യേ നമ്മെ ചിരിപ്പിക്കുകയും അതിലേറെ ചിന്തിപ്പിക്കുകയും ചെയ്ത് നമ്മുടെ മനസ്സിൽ ഇടം നേടി കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞ ശ്രീ ശ്രീനിവാസൻ സാറിന്റെ സ്മരണയ്ക്ക് മുൻപിൽ അശ്രുപൂജ അർപ്പിച്ചുകൊണ്ട് തട്ടുംപുറം പ്രദേശ് അവതരിപ്പിക്കുന്ന 16ാമത് കലാവിരുന്ന് പഞ്ചായത്തിലെ പാപ്പ. പുൽക്കുടിലിൽ കൽക്കുട്ടിലിൽ അറിയത്തിൻ പൊന്മകനാ പണ്ടൊരു നാൾ ദൈവസുതൻ പിറന്നതിനോർമദിനം. പുൽക്കുടിലിൽ കൽക്കുട്ടിലിൽ അറിയത്തിൻ പൊന്മകനാ ഒരു നാൾ ദൈവസുതൻ പിറന്നതിനോർമദിനം. കൂടുതൽ ബാക്കി കൂടെ ഇനിയിപ്പോ എല്ലാം കഴിയും. ഓട്ടോകളെ വെച്ചിട്ട് അവിടെ അപ്പുറത്ത് ആനയെ കൊണ്ട് വെച്ചാൽ മതി. ആനയല്ല, കുതിരനെ വെക്കണം. അതിന് എൽ ഷേപ്പിൽ കുതിരനെ വെക്കണം. ഇതൊന്നും അറിയാൻ പാടില്ല പുള്ളി. ചെസ് കളിക്കാൻ എന്താണ് ഏർപ്പാട്? ആനയെ കുതിരനെ ചെസ്. ശിവമണിയുടെ വ്രതം കെട്ടിട്ടുണ്ട്. ശിവമണിയുടെ വ്രതം അതിനെ വെല്ലുന്ന സാധനമാ ചുമ വരുന്നു. ഒന്നുമല്ല, രാത്രിയിലുണ്ടല്ല ഈ സ്കൂളിൽ കൂട്ടമണി അടിക്കില്ല, അതുപോലെ സാധനം അടിക്കും. എന്നെ പിന്നെ കളിയാക്കൊന്നും വേണ്ട. ഈ ചുമയെന്ന് പറഞ്ഞത് ഇത് ദാനം കിട്ടിയ ചുമയാ. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് എന്റെ നെഞ്ചാമൂട് കൊണ്ട് ഈ ഇട്ടിരിക്കുന്ന ഷൂട്ടുണ്ടല്ലോ, ഷൂവ് അതിട്ട് ചവിട്ടിയതാ. അത് തുടങ്ങിയ ചുമയാ കേട്ടോ. അപ്പൊ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? നല്ല കാലത്ത് പെണ്ണുങ്ങളൊക്കെ പിടിച്ചാൽ ചവിട്ടി കൂട്ടിയതാ പോലെ. സ്വാതന്ത്ര്യ സമരത്തിന് ഒരു കാര്യം പറയാം, നക്ഷത്രം ഞങ്ങൾ കെട്ടിക്കോളാം. പാപ്പ വലിഞ്ഞ് കയറണ്ടേ? വയസ്സുകാലത്ത് അപ്പം അതിന്റെ പൊക്കത്ത് കയറുന്ന നക്ഷത്രം ഞങ്ങൾ കെട്ടിക്കോളാം. ശരീരം മാത്രമേ പ്രായമുള്ളൂ, മനസ്സിൽ വേണ്ടത് ഞങ്ങൾ കെട്ടിക്കോളാം. ഞാൻ പറയുന്നത് കേൾക്കണം പാപ്പ. നല്ലൊരു ദിവസമായിട്ട് എന്നെ കൊണ്ടുവരാം. നിന്റെ അമ്മ വളർന്നത് ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. നമ്മൾ കേട്ടത്തില്ല. പിന്നെ ക്രിസ്മസ് ആയിട്ട് പിന്നെ പെൻഷൻ ഉണ്ടോ? പെൻഷനും ഒന്നുമില്ല. അപ്പൊ വീണ് ചാവട്ടടാ. മണ്ണ് എനിക്ക് മാറി കേറി കെട്ടിക്കോ. ഹലോ ഹലോ, എവിടെയാ? ഞാൻ വീട്ടില്. വീട്ടിലാ? കൂട്ടാൻ നീ എല്ലാം ചോറിനോണ്ടിരിക്കണം. അതെ, ഇന്നലെ കൂട്ടിക്കൊണ്ട് പോലും ഞാൻ ഇവിടെ കിടന്ന് ചാവും, ഉറപ്പാ. ഇനി എന്ന് പറഞ്ഞത് ഇത് എങ്ങനെ വരുമെന്ന് പറയുന്നത് ഞാൻ അങ്ങോട്ട്. എന്തായാലും ക്രിസ്മസ് അല്ലേ, ക്രിസ്മസ് പപ്പയുടെ വേഷത്തിൽ വന്നാ മതി. ക്രിസ്മസ് പപ്പയുടെ വേഷത്തിൽ വന്ന് എല്ലാരും കണ്ടുപിടിക്കൂലായിരിക്കും അല്ലേ? പിടിക്കത്തില്ല. 9 മണിക്ക് പറഞ്ഞേ. രാത്രി 9 മണി. രാത്രി 9 മണി ക്രിസ്മസ് പപ്പയുടെ വേഷത്തിൽ. ഓക്കെ ഓക്കെ, നീ റെഡി ആയിട്ടിരിക്കണം കേട്ടോ. റെഡി ആക്കിക്കാം. ഓക്കെ ഓക്കെ. അപ്പൊ ഒളിച്ചോടി പോകാനുള്ള പഴയ സാധനം ഒറ്റ കേട്ടപ്പോ തോന്നി. പഴയ സാധനം തന്നെ. വെള്ളം വേണ്ട, സോഡ മതി. അയ്യോ, മൂക്ക് പഴന്നു പോയല്ല, ചൈനക്കാരെ പോലെ. അയ്യോ എന്തെങ്കിലും പറ്റിയ പാപ്പ? ക്രിസ്മസ് ആയിട്ട് എന്തോ പറയുന്നത്? പെണ്ണ് കെട്ടണമെന്ന് പറഞ്ഞാൽ അതൊന്നും ആലോചിച്ച് വെട്ടി കൊല്ലുകേട്ടോ. അല്ല, അങ്ങനെ പറഞ്ഞത് ശരിയായില്ല. നീ വന്നേ. എന്നാ ആവശ്യമില്ലാതെ? അതായത് നീ ഇവിടെ നിൽക്കും. അതായത് പാപ്പനിപ്പൊ കല്യാണം കഴിക്കണമെന്നല്ലേ പറയുന്നത്. പാപ്പനിപ്പൊ 70 വയസ്സായി. നമ്മൾ ആലോചിച്ച പെണ്ണ് കെട്ടാൻ പാടാ. നമുക്ക് മാട്രിമോണിയിൽ ഒരു പരസ്യം. പാപ്പ എന്നിട്ട് പറ.
ചേട്ടാ ഇന്ന് ക്രിസ്മസ് പപ്പാടെ വേഷത്തിൽ 9 മണിക്ക് ഈ വീട്ടിൽ വന്നാ മതി. ഞാൻ ലൊക്കേഷനും കൂടെ അയച്ചേക്കാം. വേഗം പറഞ്ഞേ എന്റെ കൂട്ടരെ. സ്വർണ്ണമളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടേ. പൈസ മേടിക്കാൻ വന്നതല്ല, ഞാൻ സ്നേഹിക്കുന്ന പെണ്ണെ ഇവിടുന്ന് ഇറക്കിക്കൊണ്ട് പോകാൻ വന്നതാണ്. മനസ്സിലായ? അപ്പൊ ആംബിയൻസ് മാത്രം മതി, ഒച്ചയും വേണമെന്ന് വേണം. മനസ്സിലായ? പ്രായപൂർത്തിയായ ഒരു ചെറുക്കനും പെണ്ണിനും ഒരുമിച്ച് താമസിക്കാൻ ഗവൺമെന്റ് അനുവാദം നൽകുന്നുണ്ട്. ഇതെപ്പോഴാണോ പറയുന്നത്? അതായത് ഞാൻ ഈ ക്രിസ്മസ് പപ്പയുടെ വേഷം ഞാൻ അല്ലെന്നുണ്ട് ഇവര് കൈയോടെ പിടിച്ചാൽ അപ്പൊ മാത്രം നീ പറഞ്ഞാൽ മതി. അതിനാണ് ഇതൊക്കെ വാടകയ്ക്ക് എടുത്ത് തന്നേക്കുന്നത്. മനസ്സിലായ? അപ്പൊ അങ്ങനെയാണ് നീ ഒന്ന് ഈ കാര്യം പറയാം. അത് എങ്ങനെയാണ് പറയാ? ചെറുക്കനും പെണ്ണും പ്രായപൂർത്തിയായ ചെറുക്കനും പെണ്ണിനും ഒരുമിച്ച് താമസിക്കാനുള്ള ഇത് അനുവദിക്കുന്നുണ്ട് നിയമം. അനുവദിക്കുന്നത് ഈ സാധനം അത് പിടിക്കുവാണെങ്കിൽ സ്ക്രിപ്റ്റ് ഉണ്ണിക്കാ ഡയലോഗിന് സ്ക്രിപ്റ്റ് മേടിക്കുന്നു. ഈ സംഭവം കറക്റ്റ് ആണ്. നീ ടൈമിങ് തെറ്റിക്കാൻ വന്നാ മതി. അറിയോ ടെൻഷൻ അടിക്കാനുണ്ട്. അയ്യോ എനിക്ക് ടെൻഷനാവേ, എനിക്ക് ടെൻഷനാവും. നീ ഒറ്റയ്ക്ക് അടിച്ച് തീർക്കുന്ന ടെൻഷൻ ആവുന്നു. ആവശ്യം പോലെ ഞാൻ മേടിച്ചു. നീ അപ്പൊ ടൈമിങ്ങിന് വരണം, എന്നെ പിടിച്ചാൽ മാത്രം. ടൈമിങ്ങിന് വന്നാൽ പോലെ ഇവിടെ വിഷുവിനെ മാത്രം വന്നാൽ ടൈമിങ്ങിന് വന്നാൽ പ്രായപൂർത്തിയായ ചെറുക്കനും പെണ്ണിനും സമൂഹത്ത് ഒരുമിച്ച് താമസിക്കാൻ അനുവദിക്കുന്നുണ്ട്. അത്ര സാധനം വേറെ ആംബിയൻസ് മാത്രം മതി. ആവശ്യമില്ല അവിടെ അടിക്കരുത്. നീ അടിക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ ഒച്ചയും വേണം ഉണ്ടാക്കാതെ പടപടായിരിക്കും കേട്ടോ. അപ്പൊ പിന്നെ ഒരു കാര്യം, അടുക്കള വശം മതി ഞാൻ. അപ്പൊ നിങ്ങൾ എന്നെ പുറകെ വന്നു. അപ്പോഴും ഞാനും ഇവരും കൂടെ. പ്രായപൂർത്തിയായ ചെറുക്കനും പെണ്ണിനും ഒരുമിച്ച് താമസിക്കാൻ ഗവൺമെന്റ് അനുമതി നൽകിയിട്ടുണ്ട്. അല്ല അത് ഓക്കെ. ഇതെന്താണ് പറഞ്ഞ മനസ്സിലായാമല്ലോ. അത് വഴി അടുക്കള വഴി പോകും. അപ്പൊ ഞാൻ ഇവനോട് ഇതെന്താണ് നിന്റെ ഉദ്ദേശം? പ്രായപൂർത്തിയായ ചെറുക്കനും പെണ്ണിനും അത് ഓക്കെ ഒരുമിച്ച് താമസിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട്. പക്ഷെ ഇതെന്താണ്? റിപ്പീറ്റ്സ് മൈക്ക് തലക്കൽ ഇത് കഴിഞ്ഞാൽ മേടിച്ചേരാം. ടൈമിങ്ങിനെ വരാം. ഇതേ വിഷയം ഉണ്ടെങ്കിൽ പ്രായപൂർത്തിയായ ചെറുക്കനും പെണ്ണിനും എന്തോ ഇവിടുത്തെ പെണ്ണിനെയാണോ നീ അടിച്ചു മാറ്റിക്കൊണ്ട് പോണത്? ഇവിടുത്തെ പെണ്ണിനല്ല, ഇവിടുത്തെ പണിക്കാരിനെയാണ് അടിച്ചു മാറ്റി. നാണാവില്ല പണിക്കാരെ കച്ചുമാറ്റിക്കൊണ്ട്. പണിക്കാരി എന്ന് പറഞ്ഞാൽ പണിക്കാരിയായിട്ട് തോന്നില്ല, ഇവിടുത്തെ മൂത്ത മോളായിട്ട് തോന്നും. സുന്ദരിയാ. അത് തന്നെയല്ല, ഈ വീട്ടിലെ പണവും പുറവും എല്ലാം കൂടെ കൂടി അവൾ അടിച്ചു മാറ്റിക്കൊണ്ടാ വരുന്നത്. അപ്പൊ എന്റെ പെങ്ങൾ രക്ഷപ്പെട്ട് അങ്ങനെ എന്റെ പെങ്ങളെ വെള്ളൊലിപ്പിച്ചെടുക്കാൻ എത്തുന്നതാണ്. നീ അതൊക്കെ ഓർത്ത് എന്നെ ഒറ്റ കൊടുക്കരുത്. നീ ഒരു കാര്യം ചെയ്യണം. ആരെങ്കിലും വരുന്നെങ്കിൽ ഒരു സിഗ്നൽ ഉണ്ടോ? ആയിക്കോട്ടെ, അവിടെ ഉണ്ടോ? ശരി. മിസ്റ്റർ, പ്രായപൂർത്തിയായ ഒരു ചെറുക്കനും പെണ്ണും ഒരുമിച്ച് താമസിക്കാൻ ഗവൺമെന്റ് അനുവദിക്കുന്നുണ്ട്. ടൈമിംഗ് കൃത്യമല്ലേ? ഇതാര്? അല്ല ഈ പെണ്ണേതാ? എടാ എവിടെ പോയി കിടക്കുന്ന സമയവും പോയി പിന്നൊക്കെ മഞ്ചനെ പോലെ ചേട്ടൻ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇത് പിടിച്ച് അപ്പാപ്പ മരത്തേന്ന് വീണപ്പോ ചാടിപ്പോയി ഒരു സ്വർണ്ണപ്പല്ല് കിട്ടിയിട്ടുണ്ട്. ഇതാരത് ഈ ബാഗ്? എന്തൊരു കട്ടോന്ന് ഇവിടെ എന്തോ നടക്കുന്ന ഒരു പിടുത്തവും കിട്ടുന്നില്ലല്ലോ. ഹലോ മിസ്റ്റർ,
പ്രായപൂർത്തിയായ ആണും പെണ്ണും എവിടെ വേണമെങ്കിലും താമസിക്കാൻ അനുമതി നൽകുന്നുണ്ട്. എന്തൊരു കഷ്ടം. അവള് വന്ന വന്ന് ഒരു ബാഗ് കൊണ്ട് തന്നെ അവളെ സ്വർണ്ണം കൊണ്ടൊക്കെ മൂന്നാം പരിപാടിയാണത്. എവിടെ അതല്ലേ ഞാൻ ഉദ്ദേശിച്ച പെണ്ണല്ലേ വേറെ പെണ്ണ്. അല്ല അതൊരിക്കലും നീ അത് ഒരു വായിലുണ്ട്, ഒരു വായിൽ കഴിഞ്ഞപ്പോ ഞാൻ ആരാന്ന നന്ദിയില്ലാത്തോടെ ഞാൻ ആരാണെന്നാ. അയ്യോ സുഹൃത്തെ സത്യോട് നിന്റെ സംസാരിക്കരുത്, എന്നോട് സംസാരിക്കരുത്. എനിക്ക് വിഷമമുണ്ടാ. നമ്മൾ ഒരുമിച്ച് എനിക്ക് വിഷമമുണ്ട്. വേറെ കുറെ കേസ് നീ എന്നോട് സംസാരിക്കില്ലേ? എനിക്ക് വിഷമമുണ്ടാ. എത്ര കാലം നമ്മൾ ഒരുമിച്ച് ജീവിച്ചോ? അതിന് കൂട്ടുകാരല്ലേ ഞാൻ. നീ ഒരു മനസ്സിലാക്കിയിട്ടുണ്ടോ? എനിക്ക് സത്യമുണ്ട്. ഞാനൊന്ന് കരഞ്ഞപ്പോഴേക്കും സങ്കടം മൂത്ത് നീ ഇപ്പുറം വന്നാ. നീ കരഞ്ഞ എന്നത്തെ എന്തിനാ കരഞ്ഞ? നീയല്ലേ പറഞ്ഞേ എന്നത് എന്നെ അറിയില്ലെന്ന്. എനിക്കറിയത്തില്ല ഇത് ഇവിടെ എവിടെ പോയി കിടക്കോളൂ. പ്രായപൂർത്തിയായ ഒരു ചെറുക്കനും പെണ്ണും ഒരുമിച്ച് താമസിക്കാൻ അനുവാദം കൊടുത്തിട്ടുണ്ട്. ടൈമിംഗ് കൃത്യമാണോ? കണ്ണാടി 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 ആ കണ്ണാടി കണ്ണാടി ഇവിടെ എടാ അവള് വന്നില്ല. നീ എവിടെയാ? എവിടെ പോയെന്ന് അറിയാൻ പയ്യ മഞ്ചറിയിട്ട് ആദ്യ ഇത് ഒരു ബാഗ്. എടീ നീ എന്റെ ബാഗ് തന്നില്ല. എടാ ഇത് വേറെ പെണ്ണുകൊണ്ട് തന്നെ ബാഗ്. നിന്റെ കൂട്ടം വന്നു. എനിക്ക് അറിഞ്ഞോളൂ ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. സമൂഹത്തിൽ ഒരുമിച്ച് താമസിക്കാൻ അനുവദിക്കുന്നുണ്ട്. നീ അറിയുമ്പോഴാ നിന്നെ അവൻ അറിയൂടാ. എനിക്ക് അറിഞ്ഞൂടാ ഇവിടെ എന്തൊക്കെ നടക്കുന്നത്. ചേട്ടാ സ്വർണ്ണപ്പല്ലി കിട്ടി വാ പോകാം. അത് വേറെ വിഷയമുണ്ട് മാറിപ്പോയതാണ്. ഞാനൊന്നും പറയാനുള്ള കണ്ടീഷൻ അത് മാറിപ്പോയത്. ഇത് അങ്ങനെ അല്ലെന്നത് നമ്മളറിയാൻ പാടില്ലേ? ക്രിസ്മസ് അതെന്തെന്നറിയോ? ഞാനൊരു അനാഥനാണ്. ഒറ്റപ്പെട്ട ജീവിതമാണ്. അവനൊരു അനാഥനാണോ? അതെ. നീ അവനൊരു അനാഥനാണ്, ഒറ്റപ്പെട്ട ജീവിതമാണെന്നാണ് പറയുന്നത്. അതെ. നമുക്ക് 3 പേർ കൂടെ അവനൊരു ജീവിതം കൊടുത്താലോ? ഞാൻ ഇയാള് തമ്മിൽ സ്നേഹത്തില എന്നെ വിളിച്ചോണ്ട് പോകാൻ വന്നത്. ഇതാണ് അപ്പൊ ഇങ്ങനെ എന്നെ കൊണ്ടുപോകാൻ വന്നതല്ലേ? നിന്നെ കൂടെ വന്നതാണ്. പക്ഷെ ഇത് എവിടെ നിന്ന് വന്ന് കയറി എനിക്ക് അറിഞ്ഞില്ല. എന്റെ ചേട്ടൻ ഇത്ര പൊക്കം ഇല്ല. എനിക്ക് എത്ര പൊക്കം വന്നില്ല. അതുകൊണ്ടാണോ നീ പൊക്കോളെ കിട്ടി അവന് കൂടെ പോയത്? കടക്കിരട്ടവും വരുന്ന നിന്നെക്കാൾ നല്ല പെണ്ണി എനിക്ക് കിട്ടി. ദൈവത്തിനാണ് ചേട്ടൻ അല്ലാതെ ഞാൻ വേറെ ആരെയും ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ടില്ല. പിന്നെ ഇവനാരാ വന്നേ? അല്ല അത് ഞാൻ വേറെ ആളെ വിളിക്കാൻ വന്നതാണ്. അപ്പൊ ഞാനാണ്
അയ്യോ, നീ എനിക്ക് എവിടെ അമ്മേ, എനിക്കറിയത്തില്ല. ഞാൻ ചേട്ടന് മാത്രം വാട്സാപ്പ് മെസ്സേജ് അയച്ചിട്ടുള്ളൂ. ഈ മെസ്സേജ് ഒന്ന് കാണിച്ചു ഇന്ന് നോക്ക്, കേക്ക്. ആണ്ട് ഇവിടെ മെസ്സേജ് ഇട്ടേ എനിക്കാന്ന് പറഞ്ഞിട്ടേ എവിടെയാണെന്നറിയോ? പഞ്ചായത്ത് ഗ്രൂപ്പിലാ. എന്റെ ദൈവമേ, ഈ പഞ്ചായത്തിലുള്ള എല്ലാ പാപ്പാമാരും ഇന്നിവിടെ എത്തും എന്റെ ഉറപ്പാ. ഒരു മെസ്സേജ് ഇപ്പൊ എത്ര പേര് വന്ന് ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഇനിയിപ്പോ എന്നാ ചെയ്യൂ? ഇനി ഞാൻ കാര്യം പറയട്ടെ. പ്രായപൂർത്തിയായ ഒരു ആണും പെണ്ണും സമൂഹത്തിൽ ജീവിക്കാൻ ഇവിടെ അനുമതി നൽകിയിട്ടുണ്ട്. ഇപ്പൊ ടൈമിൽ കൃത്യമാണ്.